നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാ പ്രവർത്തികളും യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും റെഗുലേറ്റ് ചെയ്യാനാണ്. മനസ്സ് എന്നുള്ള ആ പവർ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത് ഈ പവറാണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവൻ എന്നുള്ള ആ സ്രോതസ്സിൽ നിന്നാണ്, ലൈഫ് സോഴ്സ്. അപ്പോൾ അവിടെ നിന്നും വരുന്ന ഒരു ജനറേറ്ററായിട്ട് നമുക്ക് കരുതാം. ആ പ്യൂറായിട്ടുള്ള ആ മനസ്സ് മൾട്ടിപ്പിൾ തലത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷം, ചാനൽസിലേക്ക് തിരിഞ്ഞതിന് ശേഷം അതിൻ്റെ ശക്തി കുറഞ്ഞ് വരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുത്തിട്ട് ഒരേ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജൈവൻ എന്നുള്ള ആ സ്രോതസ്സിന് വരുന്ന ജ്ഞാനം അത് പൂർണ്ണമായിട്ടും ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ പൂർണ്ണജ്ഞാനത്തെ നമുക്ക് സ്നേഹം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ പലതരത്തിലും ഡൈവേർട്ട് ചെയ്ത് പോകുന്ന മനസ്സിനെ ഏകീകൃതം ആക്കാൻ, ഏകീകൃതമായിട്ട് തലത്തിൽ നമുക്ക് നിർത്താൻ ചെയ്യുന്ന ശ്രമങ്ങളെ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയും, ആധ്യാത്മികം. അപ്പോൾ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഭൗതികതയുടെ ശരിക്കും പാർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഭൗതികതയും ആധ്യാത്മികതയും ഉൾക്കൊള്ളുന്നു. സ്പിരിച്വാലിറ്റി എൻകംപാസസ് എവറിത്തിങ് എന്നാണ് ചാരിജി മഹാരാജ് പറയുന്നത്. പലരും സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നു. ഈ സാധാരണ ജീവിതം വിട്ട് മാറി നിന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ശരിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് സ്പിരിച്വാലിറ്റി. മനസ്സിനെ എലിവേറ്റ് ചെയ്യുക, മനസ്സിനെ പ്യൂറാക്കുക. ഇതാണ് ശരിക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ.
എൻ്റെ വാക്ക് തെറ്റിയതായിട്ട് ധരിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിൽ ഡൈവേഴ്സ് ചാനലിനെ ഒരു ഏകീകൃതമാക്കുമ്പോൾ ഇതൊരു കോൺസെൻട്രേഷൻ ആവുന്നു. അതിനാണ് നമ്മൾ പൂർണ്ണമായുള്ള അറ്റൻറ്റീവ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായുള്ള അറ്റൻറ്റീവ്നെസ്സിൽ എത്തിയിട്ടുള്ള ഒരു മനസ്സിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് ശ്രദ്ധ എന്ന് പറയും. നമ്മൾ ശ്രദ്ധയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എവിടെയാണോ നമ്മുടെ ശ്രദ്ധ, അതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് ഏതെങ്കിലും ലെവലിൽ പോകണമെങ്കിൽ അതാണ് അയാളുടെ ക്യാരക്ടർ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറിയിട്ട് യഥാർത്ഥമായിട്ടുള്ള ആ ബീയിങ്ങിൽ കണക്ട് ആകുമ്പോൾ നമ്മൾ പ്യുവറായിട്ട് അറ്റൻറ്റീവ്നെസ്സിൽ ആ ഫ്ലോയിൽ കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ആ ശ്രദ്ധയിലാവും. നമ്മുടെ ലിവിങ് മാസ്റ്റേഴ്സ് നോക്കിയാലറിയാം, അവർ പൂർണ്ണമായുള്ള ശ്രദ്ധയിലാണ്. അതുകൊണ്ടാണ് അവർ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂരിറ്റീനെ ഡൈല്യൂട്ട് ചെയ്യാതെ പൂർണ്ണമായുള്ള അറ്റൻഷനോടുകൂടി നൽകുന്നു. അതുകൊണ്ട് അവർ നൽകുന്ന പ്രാണാഹുതിയെ തവജ്ജോ എന്ന് സൂഫിസത്തിൽ പറഞ്ഞു. അറ്റൻറ്റീവ്നെസ്സിൽ അറ്റൻഷൻ ശ്രദ്ധയോടുകൂടി നൽകുക. അത്രയും ശ്രദ്ധയുണ്ട്, എവിടെയും പോകരുത്. സ്നേഹം പൂർണ്ണമായിട്ടും നൽകുമ്പോൾ അതിനെ തവജ്ജോ, ശ്രദ്ധ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഈ ശ്രദ്ധ, ഈ അറ്റൻറ്റീവ്നെസ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പറയാനറിയാതെ ശ്രദ്ധിച്ച് ചെയ്യും. അറ്റൻറ്റീവ് ആകും, ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആകും. എന്തിനാണ് അറ്റൻറ്റീവ് ആകുന്നത്? ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയല്ല. ശരിക്കും അറ്റൻറ്റീവ്നെസ് എന്നുള്ള സ്വഭാവം വരാനാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും 100% അതിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ അറ്റൻറ്റീവായിട്ട് വരും. ആ ഡിവൈനായിട്ടുള്ള ഫ്ലോ മാത്രം ശ്രദ്ധിക്കുന്ന തരത്തിൽ അറ്റൻറ്റീവായിട്ട് മാറും. നമ്മുടെ സ്വഭാവമായിട്ട് അത് മാറും. സ്നേഹവും ശ്രദ്ധയും ഒന്ന് തന്നെയാണ്, ആ തരത്തിൽ ശ്രദ്ധ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയായിട്ട് മാറുകയാണ് അവസാനം. ശ്രദ്ധയും സ്നേഹവും അൾട്ടിമേറ്റ്ലി ഡിസിപ്ലിനും ഒക്കെ ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പെയിൻസ് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ ജീവിതം നോക്കിയാൽ അറിയാം, അവരനുഭവിച്ചിരുന്ന വിഷമങ്ങൾ. ജീസസ് ക്രൈസ്റ്റ് എന്തിന് ഇനിയൊരു പരീക്ഷണം, ഈ പാനപാത്രം തിരിച്ചെടുക്കമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആൾക്കാർ വരുന്നതിന് മുമ്പ് അതിന് തൊട്ട് പുറകെ വരുന്നു, ലെറ്റ് ദൈ വിൽ ബി ഡൺ, അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ. അപ്പോൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദന എന്തുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് ഇവിടെ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റെസ്റ്റ്ലെസ്നെസ്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം അമേരിക്കയിൽ പല പ്രസംഗങ്ങൾ നടത്തിയിട്ട് രാമകൃഷ്ണ മിഷനിലേക്ക് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ്, ലെറ്റേഴ്സ് കണ്ടാലേ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദൻ ഒരു തരത്തിൽ വളരെ ദേഷ്യപ്പെട്ട്, നിങ്ങൾ ഈ ഫണ്ടൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ അതിൽ മുഴുവൻ കാണാം. അപ്പോൾ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. എൻ്റെ മാസ്റ്ററുടെ മിഷൻ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ? ചാരുജി മഹാരാജ്, ബാബുജി മഹാരാജിൻ്റെ മഹാസമാധിക്ക് ശേഷം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം തന്നെയാണോ എന്നുള്ളത് എപ്പോഴും ഒരു റെസ്റ്റ്ലെസ് ഉണ്ട്. അതുപോലെയാണോ? അതിനെ നമുക്ക് ആശയക്കുഴപ്പമെന്ന് പറയാൻ സാധിക്കില്ല. ഒരു റിഫൈൻമെൻറ്റ് എല്ലാ മാസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഇരുട്ടത്ത് തപ്പുകയാണെന്നാണ് പറഞ്ഞത്. അവസാനം കമ്മ്യൂണൽ റൈസൊക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇതിൽ ശരിക്കുള്ള സ്നേഹം നൽകാൻ സാധിക്കുന്നില്ല? എന്നിട്ട് സ്വയം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്വയം കറക്ഷൻ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാർ വിചാരിക്കും ഇതെന്തോ മാനസിക രോഗമാണെന്ന് വിചാരിച്ചു. അത് നമ്മുടെ കുഴപ്പം. നമ്മൾ മാസ്റ്റേഴ്സിന് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് അവരെ നമ്മൾ പീഡിപ്പിക്കും, അവരെ പെർസിക്യൂട്ട് ചെയ്യും, ചിലപ്പോൾ അവർ അസാസിനേറ്റ് ചെയ്യും. നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇത് നിരന്തരം സംഭവിക്കുക. സോക്രട്ടീസ് ആയാലും ജീസസ് ക്രൈസ്റ്റ് ആയാലും മഹാത്മാഗാന്ധിജി ആയാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയാലും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരിക്കും വേദനയോടുകൂടിയാണ് ലോകം വിട്ടു പോകുന്നത്. ആ മെസ്സേജ് ഇവിടെ ശരിക്കും നൽകാൻ സാധിച്ചില്ല. എന്നിട്ടാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ ഭൂമിയിൽ നൽകിയിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, അവരുടെ ഈ ഈഗോനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അൺലിമിറ്റഡിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ശരീരത്തിലൂടെ ഈ ഈഗോയുടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ തലത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാസ്റ്റേഴ്സിനെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രൂത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ സമീപിച്ചിട്ട് കാര്യമില്ല. കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് നൽകാൻ സാധിക്കുന്നത് ആ പ്യുവർ ഫ്ലോ ആണ്. അവർ ശ്രദ്ധയോടെ നൽകുന്ന പ്യുവർ ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവിതത്തിലുള്ള നമ്മൾ ഓരോരുത്തരും
നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ജീവിതം സുഖകരമാക്കാൻ പറ്റില്ല, സാധ്യമല്ല. ഭൂമിയിൽ മിസറി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അവസാനം മരണം എന്നുള്ളൊരു മിസറി നമ്മൾ അനുഭവിച്ചാലേ പറ്റുള്ളൂ. ജനനം ഒരു മിസറിയാണ്, മരണം ഒരു മിസറിയാണ്. ഈ തരത്തിലുള്ള ഡുവാലിറ്റീസിലൂടെ കടന്നു പോകുന്ന ലോകത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം എന്നുള്ളത് അനുഭവിക്കില്ല. പൂർണ്ണമായിട്ട് സന്തോഷം ഉള്ളിലാണ്. സ്നേഹം എക്സ്പ്രസ് ചെയ്യുമ്പോഴൊരു സന്തോഷം, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഒന്ന് നമുക്ക് എല്ലാവർക്കും ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.